ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 24-ാം അധ്യായം 31-ാം തിരുലിഖിതം. വലിയ കാഹളധ്വനികളോടെ അവൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ ആകാശത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്ന് അവൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് പരസ്പരം പഠിപ്പിക്കുക എന്നതിനെ കുറിച്ചാണ്. ഹെബ്രായ ലേഖനം 3-ാം അധ്യായം 13-ാം തിരുലിഖിതം. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന കാലം ഉള്ളിടത്തോളം കാലം നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കാൻ വേണ്ടി അത്രേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മണിക്കൂറിൽ ദൈവമായ കർത്താവ് എന്നെയും നിങ്ങളെയും ഇന്ന് ലക്ഷോപലക്ഷം ദൈവമക്കളുടെ കൂട്ടായ്മയിൽ ഉണർത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാനും നിങ്ങളും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശുക്രിസ്തുവിനെ നാമം വിളിച്ച് കരയുമെങ്കിൽ, യേശുക്രിസ്തുവിനെ നാമത്തെ ആരാധിക്കുമെങ്കിൽ അവിടെ വലിയ വിടുതലുണ്ട്, വലിയ വിടുതലുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. കോയമ്പത്തൂരുള്ള കാരമട എന്ന സ്ഥലത്ത് കരുണയില്ലം എന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റർ ആനി സേവിയർ FCCയുടെ അനുഭവമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. ഞാൻ വർഷങ്ങളായി തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്നു. ഏകദേശം 2 വർഷത്തോളമായി ഇപ്പോൾ എനിക്ക് സ്കിൻ അലർജി മൂലം വളരെ കഷ്ടമാണ്. ഈ അസുഖ നിമിത്തം എൻ്റെ മുഖത്തെല്ലാം കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. കാണുന്നവരെല്ലാം ഇതിനെപ്പറ്റി ചോദിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒപ്പം എൻ്റെ കയ്യിലെ തൊലി പോവുകയും ചെയ്യാൻ തുടങ്ങി. ഇതിനു വേണ്ടിയുള്ള പല പല ട്രീറ്റ്മെൻറ്റുകളും എൻ്റെ കോൺവെൻറ്റിലെ മദറിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ചെയ്തു. കയ്യിലെ അടയാളങ്ങളും പാടുകളും അത് ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. മുഖത്തെ കറുത്ത പാടുകൾ കൂടിക്കൂടി വന്നു. 3 മാസത്തോളമായി ഞാൻ മരുന്നുകളൊക്കെ നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2010 ഒക്ടോബർ മാസത്തിൽ 9-ാം തീയതിയിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ യേശു അനേകരെ സുഖപ്പെടുത്തുന്നതിനെ കുറിച്ച് കണ്ടത്. എന്നെയും സുഖപ്പെടുത്തണമേ എന്ന് ആ സമയത്ത് എൻ്റെ ഹൃദയം ഉരുകി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്തു നിന്ന് ശരീരത്തിൽ നിന്നും പാടുകളെല്ലാം പരിപൂർണമായി അപ്രത്യക്ഷമായി. ഇപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിൽ ഒരു പാടും കാണാനില്ല. കാണുന്നവരെല്ലാം എന്തു മരുന്നാണ് ചെയ്തത്, എന്തു മരുന്നാണ് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്കൊരു ഉത്തരമേ ഉള്ളൂ, എൻ്റെ മരുന്ന് അഭിഷേകാഗ്നി. എൻ്റെ കർത്താവിന് ഞാൻ കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കോയമ്പത്തൂരിൽ നിന്ന് ഒരു സിസ്റ്റർ തൻ്റെ ജീവിതത്തിൽ അഭിഷേകാഗ്നിയുടെ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ സംഭവിച്ച ദൈവശക്തിയുടെ വലിയൊരു അത്ഭുതത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും തുറന്ന് പിടിക്കാം, കണ്ണുകൾ അടച്ചു പിടിക്കാം. ഓരോരുത്തരും അവരായിരിക്കുന്ന അവസ്ഥ തന്നെ ഇരിക്കുക. രോഗികൾ കിടക്കയിൽ തന്നെ ഇരിക്കട്ടെ. കഠിനമായ ത്വക്ക് രോഗങ്ങളുള്ളവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗമുള്ളവർ പ്രാർത്ഥിക്കുന്നു. പിത്താശയ സംബന്ധ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ഒടിഞ്ഞ അസ്ഥികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. കഠിനമായ തലവേദനകളും കഠിനമായ ഹൃദ്രോഗ നിമിത്തം ഭാരപ്പെടുന്നവർ ഇപ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതം, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അത് ക്ഷമിക്കും.
വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അവനോട് അത് ക്ഷമിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, കാലങ്ങളായി രോഗത്തിലും പാപത്തിലും വേദനയിലുമാണ്. എന്നെ സുഖപ്പെടുത്താൻ ആർക്കും കഴിയുന്നില്ല കർത്താവേ. ബെത്സൈദ കുളക്കരയിൽ 38 വർഷമായി രോഗിയായി കിടന്ന് ഒരാൾ പോലും സഹായത്തിന് വേദനിച്ച ആ എളിയ പൈതലിനെ പോലെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഒരുപാട് വേദനിക്കുകയാണ്. എന്നെ രക്ഷിക്കാൻ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവശനാം തളർവാദരോഗിയാണു ഞാൻ. സഹായഹസ്തങ്ങൾ നീട്ടുവാൻ പോലും ആരുമില്ലാതെ കേഴുന്നു ഞാൻ. നിരാലംബനായി കീഴുന്നു ഞാൻ. സുഖമാക്കണേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ സുഖമാക്കണേ. കരഞ്ഞു നിലവിളിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. സുഖമാക്കണേ. ഇപ്പോൾ സുഖപ്പെടുത്തണമേ, സ്പർശിക്കണമേ. യേശുവേ സുഖമാക്കണേ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സ് തുറന്ന് സ്തുതിക്കുക. രോഗത്തെ സമർപ്പിച്ച് സ്തുതിക്കുന്നു. തകർച്ചകൾ സമർപ്പിക്കുന്നു. തഴക്കദോഷങ്ങൾ സമർപ്പിക്കുന്നു. പാപ സ്വഭാവങ്ങൾ സമർപ്പിക്കുന്നു. മോചനമില്ലാത്ത അടിമത്തങ്ങൾ സമർപ്പിക്കുന്നു. കുടുംബത്തിന് കണ്ണുനീര് സമർപ്പിക്കുന്നു. വേദന സമർപ്പിക്കുന്നു. കുടുംബത്തിന്റെ എല്ലാ അധപതനങ്ങളെയും സമർപ്പിക്കുകയാണ്. കടബാധ്യതകളെ സമർപ്പിക്കുന്നു. എല്ലാ ഹൃദയ നൊമ്പരങ്ങളും സമർപ്പിക്കുക. മകനെ, മകളെ, യേശു നിന്റെ അരികിലുണ്ട്. ഇതാ അവിടുന്ന് നിന്നെ രക്ഷിക്കുന്ന സമയമാണിത്. നീ കരഞ്ഞ് ഹൃദയം നുറുങ്ങി വിളിക്കുക. കരങ്ങൾ ഉയർത്തുന്നു. എല്ലാ കുട്ടികളും കരങ്ങൾ ഉയർത്തട്ടെ. എല്ലാ യുവതിയുവാക്കന്മാരും കരങ്ങൾ ഉയർത്തട്ടെ. കുടുംബനാഥ സമൂഹം മുഴുവൻ കരങ്ങൾ ഉയർത്തി ഹൃദയം നുറുങ്ങി സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ സുഖപ്പെടുത്തണമേ, 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 സുഖപ്പെടുത്തണമേ. ഉറക്കെ ഉറക്കെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. സ്പർശിക്കണമേ കർത്താവേ. രോഗത്തിലേക്ക് ദൈവശക്തി നിറയട്ടെ. ക്ഷീണത്തിലേക്ക് ദൈവശക്തി നിറയട്ടെ. എല്ലാ ആത്മീയ ബന്ധനങ്ങളും അഴിയട്ടെ കർത്താവേ. തിന്മയുടെ കെട്ടുകൾ തകരട്ടെ കർത്താവേ. വിടുതൽ സംഭവിക്കട്ടെ കർത്താവേ. അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ കർത്താവേ. ഇപ്പോൾ കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. സുഖമാക്കണേ. യേശുവേ സുഖമാക്കണേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം വായിക്കുകയാണ്. രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തി അവൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ആ യേശു കർത്താവ് ഈ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന അത്ഭുത ശക്തിയാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ശരീരങ്ങളിലും കുടുംബങ്ങളിലും ഇന്ന് അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി തന്നെ വലിയ വിടുതലുകളും സൗഖ്യങ്ങളും ചൊരിയും. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് പരസ്പരം പഠിപ്പിക്കുക. ഹെബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായത്തിലെ 13-ാമത്തെ തിരുലിഖിതം. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവീൻ. ഇത് പാപത്തിൻ്റെ വഞ്ചനയാൽ നിങ്ങൾ കഠിന ഹൃദയരാകാതിരിക്കുവാനാണ്. ഇത് പാപത്തിൻ്റെ വഞ്ചനയാൽ നിങ്ങൾ കഠിന ഹൃദയരാകാതിരിക്കുവാനാണ്. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്. ഹെബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായത്തിലെ 14-ാമത്തെ തിരുലിഖിതം. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തു
ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, സിസ്റ്റേഴ്സ്, ഒരു കാര്യം പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ പഠിപ്പിക്കുകയാണ്. ഇന്ന് തിരുസഭയുടെ അനേക മേഖലകളിൽ അനേകം ദൈവമക്കൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട് ആത്മീയത മങ്ങിപ്പോയി. ഇന്ന് അവർ വിശ്വാസ മേഖലകളിൽ ദൗർബല്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം വിശ്വാസം ലഭിച്ചവർ, അനുഭവങ്ങൾ ലഭിച്ചവർ അത് മറ്റുള്ളവരോട് പറയാതെ വാ മൂടിക്കെട്ടി നടന്നത് കൊണ്ടാണ്. അതരം തുറന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചും വചനത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ഞാനും നിങ്ങൾ വാ തുറന്ന് സംസാരിക്കണം. അപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ശക്തമായ വിധം വ്യാപരിക്കുക എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. ഈ ഒരു പരിജ്ഞാനത്തിൽ നിന്ന് അപ്പോസ്തലനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന കാലം ഉള്ളിടത്തോളം കാലം നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. പരസ്പരം ഉപദേശിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വലിയ വിലയുണ്ട്. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ സന്തത സഹചാരിയും എൻ്റെ ആത്മാർത്ഥ സഹപ്രവർത്തകനുമായ ബഹുമാനപ്പെട്ട സോജി ഓലിക്കൽ അച്ഛൻ ഒരു അനുഭവം പറഞ്ഞതാണ്. അച്ഛൻ UK ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛൻ കുട്ടികളുടെ ഒരു പ്രോഗ്രാം നടത്തി. അപ്പോൾ ഒരു +2 പഠിക്കുന്ന പ്രായമുള്ള ഒരു കുട്ടി അവൻ്റെ ഒരു അനുഭവം അവൻ സ്റ്റേജിൽ വന്ന് പങ്കുവെച്ചു. അവൻ്റെ അനുഭവം ഇതാണ്. അവൻ്റെ ക്ലാസ്സിൽ ലണ്ടൻ ഭാഗത്ത് പഠിക്കുന്ന കുട്ടിയാണ്. അവൻ്റെ ക്ലാസ്സിൽ ഒരു മത്സരം നടക്കുകയാണ്. എല്ലാ കുട്ടികളും 5 മിനിറ്റ് നേരം എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കണം. അപ്പോൾ ചില കുട്ടികൾ സ്പോർട്സിനെ കുറിച്ച് പ്രസംഗിക്കാമെന്ന് പേര് കൊടുത്തു, വേറെ ചില കുട്ടികൾ പൊളിറ്റിക്സിനെ കുറിച്ച് പ്രസംഗിക്കാമെന്ന് പേര് കൊടുത്തു, ഇനിയും ചിലർ പല അവരുടെ മത്സര നാടകങ്ങളെക്കുറിച്ച് പ്രസംഗിക്കാമെന്ന് പേര് കൊടുത്തു. അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും പ്രസംഗിക്കാൻ വേണ്ടി കുട്ടികൾ വിഷയങ്ങൾ തിരഞ്ഞെടുത്തു. സയൻസിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്, സ്പോർട്സിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പൊളിറ്റിക്സിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ആരാധ്യ പുരുഷന്മാരെ കുറിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്, സിനിമാ നടികളെക്കുറിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ മിടുക്കൻ പേര് കൊടുത്തു, ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് പ്രസംഗിക്കും, ഞാൻ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കും. ഉടനെ അവൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാവരും പൊട്ടിച്ചിരിച്ച് അവനെ കളിയാക്കി. മണ്ടൂസ്, നിനക്ക് യേശു എന്നല്ലാതെ വേറെ ഒന്നും പ്രസംഗിക്കില്ലേ? ഈ ആത്മീയതയെ ആ കുട്ടികളെല്ലാം കൂടെ കൂടി അങ്ങോട്ട് കളിയാക്കി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും അവൻ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ തീരുമാനമെടുത്ത് അവൻ പേര് കൊടുത്ത് അവൻ വീട്ടിൽ വന്ന് നന്നായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് അവൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് അവൻ യേശുവിനോട് പ്രാർത്ഥിച്ച് നന്നായിട്ട് 5 മിനിറ്റ് പ്രസംഗം നന്നായിട്ട് അവൻ പ്രാർത്ഥിച്ച് എഴുതി ഒരുങ്ങി. എന്നിട്ട് അങ്ങോട്ട് പ്രസംഗിച്ച് അവൻ അറിയാവുന്ന യേശുവിനെ അവൻ്റെ ക്ലാസ്സിലെ പുൾപിറ്റിൽ നിന്ന് അവൻ്റെ ക്ലാസ്സിലെ പ്രസംഗപീഠത്തിൽ നിന്ന് അവൻ ശക്തമായിട്ട് അങ്ങോട്ട് പ്രസംഗിച്ച് 5 മിനിറ്റ് നേരം അവൻ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 5 മിനിറ്റ് നേരം പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടെ കേട്ടുകൊണ്ടിരുന്ന കുട്ടികളിൽ വലിയൊരു വ്യത്യാസം ഉണ്ടായി. ആ കുട്ടികളിൽ ഏതാണ്ട് 5-6 കുട്ടികൾ ഇവൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു. ചിലർ കുട്ടികൾ ഇവനോട് പറഞ്ഞു, പ്രത്യേകിച്ച് 1-2 കുട്ടികൾ ഇവനോട് പറഞ്ഞു, ഞാൻ കുറച്ച് കാലങ്ങളായി പള്ളിയിൽ പോകാറില്ല, ദേവാലയത്തിലേക്ക് പോകാറില്ല, കൂദാശകൾ സ്വീകരിക്കാറില്ല, കത്തോലിക്ക സഭ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഞാൻ നിരീശ്വരനാണ്. എന്നാൽ നീ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വീണ്ടും പള്ളിയിൽ പോകണം തോന്നി, എനിക്ക് വീണ്ടും കുർബാനയ്ക്ക് പോകണം തോന്നി, ഞാൻ അതുകൊണ്ട് കത്തോലിക്ക സഭയിലേക്ക് മടങ്ങിപ്പോവുകയാണ്, ഞാൻ പള്ളിയിലേക്ക് പോകണം, എനിക്ക് കുർബാനയ്ക്ക് പോകാൻ തോന്നുകയാണ്. അവൻ്റെ ഉള്ളിൽ 1-2 കുട്ടികളെങ്കിലും അവൻ്റെ ഈ പ്രസംഗം കേട്ട് പള്ളിയിൽ പോകാൻ തുടങ്ങി. വേറെ 2-3 കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് താല്പര്യമായി, എനിക്ക് യേശുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം, നിനക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരിക, നിനക്കുള്ള പുസ്തകങ്ങൾ എനിക്ക് കൊണ്ട് തരിക. അങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കാനുള്ള താല്പര്യം നിരവധി കുട്ടികൾ ഉണർന്നു. അനേകം കുട്ടികൾ അവനെ അഭിനന്ദിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രസംഗ മത്സരത്തിൽ അവന് 1-ാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഒത്തിരി നല്ല നല്ല വിഷയങ്ങളെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ 1-ാം സ്ഥാനം യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ച ഈ കുട്ടിക്ക് ലഭിച്ചു. UK-യിലുള്ളൊരു പ്രത്യേകതയാണ്, ആ കുട്ടികളുടെ ഇടയിൽ നിന്ന് മനസ്സിലായത് എങ്ങനെയാണ്, ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഒരു 98% കുട്ടികളും അത്തൈസ്റ്റുകളാണ്, നിരീശ്വരന്മാരാണ്.
അവർക്ക് ദൈവമില്ല. വെറും പാഗൻ കൾച്ചറാണ് അവരെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാവായ ദൈവം എന്താണെന്ന് അറിയാൻ പാടില്ല, പുത്രനായ യേശു എന്താണെന്ന് അറിയാൻ പാടില്ല, പരിശുദ്ധാത്മാവ് എന്താണെന്ന് അറിയാൻ പാടില്ല, ഈ മാതാവ് എന്താണെന്ന് അറിയാൻ പാടില്ല, സഭ എന്താണെന്ന് അറിയാൻ പാടില്ല, വിശുദ്ധ കൂദാശകൾ എന്താണെന്ന് അറിയാൻ പാടില്ല, പൗരോഹിത്യം എന്താണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെയുള്ള അനേകം കുട്ടികൾ വസിക്കുന്ന 98% കുട്ടികൾ ഇതുപോലെ അത്തൈസ്റ്റുകളായ നിരീശ്വരന്മാരായ ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് അനേകം യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മുടെ മലയാളി കുട്ടികൾ വളരണത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആ കുട്ടികളുടെ അങ്ങനെയുള്ള ക്ലാസ്സിൽ ഈ മലയാളിയായ ഈ കുട്ടി, അവന് കിട്ടിയൊരു അവസരം, 5 മിനിറ്റ് അവസരം കിട്ടിയപ്പോൾ 5 മിനിറ്റ് അവൻ്റെ ക്ലാസ്സിലെ പ്രസംഗ പീഠത്തിൽ വെച്ച് യേശുവിനെ കുറിച്ച് പറയാൻ അവൻ പ്രസംഗ മത്സരത്തിൻ്റെ വേദി പോലും അവൻ വിനിയോഗിച്ച് അവൻ 5 മിനിറ്റ് പ്രസംഗിച്ചപ്പോൾ ആ കേട്ടുകൊണ്ടിരുന്ന അനേകരിൽ വിശ്വാസം ഉണർന്ന് അനേകരിൽ പരിശുദ്ധാത്മ പ്രവർത്തിച്ചു. അവിടെ ദൈവരാജ്യത്തിൻ്റെ ഒരു വളർച്ച ഉണ്ടായി. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള സംഗതി, ഇന്ന് നമ്മൾ അനേകം കോൺവെൻറ്റുകൾ ക്ഷയിച്ചു പോകുന്നതിനൊരു കാരണം, ഇന്ന് നമ്മൾ അനേകം പള്ളികളും ഇടവകളും ഗ്രൂപ്പിസം കൊണ്ട് പൊറുതിമുട്ടുന്നതിനൊരു കാരണം, ഇന്ന് നമ്മൾ അനേകം കുടുംബങ്ങളിൽ എത്ര പണം കിട്ടിയാലും 5 പൈസയുടെ മേൽഗതിയില്ലാത്തതിൻ്റെ കാരണം ഞാനും നിങ്ങളും പരസ്പരം പഠിപ്പിക്കാത്തതിൻ്റെ പാപം ചുമക്കുന്നു എന്നുള്ളത് തന്നെ. ഇത് നമ്മൾ കൂടുതൽ വായിക്കുന്നത് ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിലാണ്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ തിരുലിഖിതം, നിങ്ങൾ ഏറെ തേടി ലഭിച്ചതോ അല്പം മാത്രം, നിങ്ങൾ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാൻ അത് ഊതി പറത്തി. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ നിങ്ങളുടെ വ്യഗ്രത എന്താ? അവനവൻ്റെ സ്ഥാപനങ്ങൾ എങ്ങനെയെങ്കിലും അത് കേടുകൂടാതെ കൊണ്ടു നടക്കുക, അവനവൻ്റെ വീട് കേടുകൂടാതെ കൊണ്ട് നടക്കുക, അവനവൻ്റെ ജോലിക്ക് തടസ്സം വരാതെ കൊണ്ട് നടക്കുക, അവനവൻ്റെ തടിക്ക് കേട് വരാതെ കൊണ്ട് നടക്കുക, അവനവൻ്റെ തടിക്കും അവനവൻ്റെ കുടുംബത്തിനും അവനവൻ്റെ സ്ഥാപനത്തിനും കേട് വരാതെ, അത് നഷ്ടം വരാതെ കഷ്ടം വരാതെ എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി അല്ലേ ഇന്ന് എൻ്റെ നിങ്ങളുടെ വ്യഗ്രത? ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഞാനും നിങ്ങൾ നേരം വെളുത്താൽ രാത്രിയാകുന്നവർ വ്യഗ്രതപ്പെടുന്നത് അവനവൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്. ഞാൻ നിങ്ങൾ നേരം വെളുത്താൽ രാത്രി വ്യഗ്രതപ്പെടുന്നത് അവനവൻ്റെ സ്ഥാപനത്തിന് വേണ്ടി, കോൺഗ്രിഗേഷന് വേണ്ടിയാണ്. അവനവൻ്റെ ഓരോരോ മേഖലകൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾ വ്യഗ്രതപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കാത്തത് നിമിത്തം, ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാത്ത നിമിത്തം, തിരുസഭയെക്കുറിച്ച് പഠിപ്പിക്കാത്ത നിമിത്തം, ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ചും വിശുദ്ധ ജീവിതത്തെക്കുറിച്ചും പഠിപ്പിക്കാത്ത നിമിത്തം ഈ ലോകത്തിൽ ആത്മാക്കൾ തകർന്നാൽ വചനം പഠിപ്പിക്കുകയാണ്, ഞാനും നിങ്ങളും അധ്വാനിച്ച് കൊണ്ടുവരുന്നത് വീട്ടിൽ വെച്ച് സമാധാനത്തോടെ അനുഭവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് തന്നെ തിരുലിഖിതം പഠിപ്പിക്കുന്നത്. ഹഗ്ഗായി പ്രവാചന പുസ്തകത്തിൽ 1-ാം അധ്യായം 9-ാം തിരുലിഖിതം, നിങ്ങൾ ഏറെ തേടി ലഭിച്ചതോ അല്പം മാത്രം, നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാൻ അത് ഊതി പറർത്തി. എന്തുകൊണ്ടെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. കർത്താവിൻ്റെ സഭ ഇന്ന്, കർത്താവിൻ്റെ സഭയുടെ മക്കൾ ഇന്ന് ഛിന്ന ഭിന്നമായി കിടക്കുകയാണ്. അനേകം പേര് മദ്യപാനത്തിലൂടെ പോകുന്നു, അനേകം പേര് ദുർനടപ്പിൽ പോകുന്നു, അനേകം പേർ 1-ാം പ്രമാണത്തെ ലംഘിക്കുന്നു, അനേകം പേർ ജഡത്തിൻ്റെ പാപങ്ങളിൽ മുഴുകി കിടക്കുന്നു, പ്രാർത്ഥന ഉപേക്ഷിക്കുന്നു, ദേവാലയ കർമ്മങ്ങളിൽ താല്പര്യമില്ല, ദൈവത്തോടുള്ള വിശ്വാസം കുറയുന്നു. ഇങ്ങനെ കർത്താവിൻ്റെ സഭയുടെ കല്ലുകൾ 4 കവലകളിൽ ചെതറിക്കിടക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഇന്ന് എന്തിനാ കൂടുതൽ വ്യഗ്രത? വീണ്ടും ഹഗ്ഗായി പ്രവാചന പുസ്തകത്തിൽ 2-ാം അധ്യായം 16-ഉം 17-ഉം തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്, 20 അളവ് ധാന്യം കൂട്ടിയിരുന്നിടത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ 10 അളവേ കാണാനുള്ളൂ. 50 അളവ് വീഞ്ഞ് കോരിയെടുക്കാൻ ചെന്നപ്പോൾ ചക്കിൽ 20 അളവേ കാണാനുള്ളൂ. നിങ്ങളുടെ എല്ലാ അധ്വാന ഫലങ്ങളും ഉഷ്ണക്കാറ്റും വിഷമഞ്ഞും കന്മഴയും അയച്ച് ഞാൻ നശിപ്പിച്ചു, എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നില്ല. 20 അളവ് ധാന്യം കൂട്ടിയിരുന്നിടത്ത് ചെല്ലുമ്പോൾ 10 അളവേ കിട്ടുന്നുള്ളൂ. 50 അളവ് വീഞ്ഞ് കോരിയെടുക്കാൻ ചെല്ലുമ്പോൾ 20 അളവ് വീഞ്ഞേ കാണുന്നുള്ളൂ. ഇതല്ലേ അധ്വാന മേഖലകളിൽ ഇന്ന് എൻ്റെ നിങ്ങളുടെ സ്ഥിതി? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ നിങ്ങൾ ബിസിനസ് മേഖലയിൽ ചത്ത് പണിയെടുക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃഷി മേഖലയിൽ ചത്ത് പണിയെടുക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ കാര്യത്തിനും വേണ്ടി ഓടി നടക്കുകയാണ്. എന്നാൽ ഗതി ഉണ്ടാകുന്നില്ല, എന്നാൽ സമാധാനം ഉണ്ടാകുന്നില്ല, എന്നാൽ സന്തോഷം നിറയുന്നില്ല, ആത്മസംതൃപ്തി ഉണ്ടാകുന്നില്ല. അതിൻ്റെ ഒരു കാരണം കർത്താവിൻ്റെ തകർന്നു പോകുന്ന സഭയെക്കുറിച്ചുള്ള ഉത്കണ്ഠയില്ലാത്തതാണ്, നഷ്ടപ്പെട്ടു വന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഉത്കണ്ഠയില്ലാത്തതാണ്.
പരസ്പരം പഠിപ്പിക്കാനും ഉപദേശിക്കാനും കിട്ടുന്ന സമയം ഞാനും നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഇന്ന് ഞാനും നിങ്ങളത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഓരോ സംഭവങ്ങളിലും, ഓരോ ദിവസങ്ങളിലും, ഓരോ മണിക്കൂറുകളിലും എനിക്ക് നിങ്ങൾക്കും കർത്താവിനെ കുറിച്ചും കർത്താവിൻ്റെ സഭയെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കാൻ അവസരം ലഭിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളത് വിനിയോഗിക്കുന്നുണ്ടോ? ഇത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. ഇന്ന് എന്താണ് എൻ്റെ നിങ്ങളുടെ അവസ്ഥ? ഹഗ്ഗായി പ്രവാചന പുസ്തകത്തിൽ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 20 അളവ് ധാന്യം കൂട്ടിയിരിക്കുന്നത് ചെല്ലുമ്പോൾ 10 അളവേ കാണാനുള്ളൂ. 50 അളവ് വീഞ്ഞ് കോരിയെടുക്കാൻ ചെല്ലുമ്പോൾ ചക്കിൽ 20 അളവേ കാണാനുള്ളൂ. എത്ര അധ്വാനിച്ചിട്ടൊരു മേൽഗതിയില്ല, എത്രമാത്രം ഓടി നടന്നിട്ട് ഒരു സമാധാനം ഇല്ല, ഒരു സന്തോഷമില്ല. അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം തിരുസഭയുടെ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ആത്മാക്കൾക്കും വേണ്ടിയുള്ള ആ ഒരു തീഷ്ണത, പരസ്പരം പഠിപ്പിക്കാൻ, പരസ്പരം നോക്കാൻ, പരസ്പരം സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള ഉത്സാഹം എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് തന്നെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവമായ കർത്താവ് ഒരു രാജ്യത്തിന് വേണ്ടി പാടുള്ളത് പോലെ വേല ചെയ്യണം. എൻ്റെ പണം കുറച്ച് ദൈവരാജ്യ വിലയ്ക്ക് കൊടുക്കണം, എൻ്റെ സമയം കുറച്ച് ദൈവരാജ്യ വിലയ്ക്ക് കൊടുക്കണം. ഞാനും കുറച്ച് നേരിട്ട് എനിക്ക് അറിയാവുന്നവരോട് ഞാൻ നേരിട്ട് സംസാരിക്കണം, ഇടപെടണം. അതുകൊണ്ടൊരു അഗ്നി അഭിഷേകം എൻ്റെ മേൽ കത്തിപ്പടരട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്വർഗ്ഗത്തിലെ അഗ്നിയേ, ഉന്നത അഭിഷേകമേ, ദൈവരാജ്യ വിലയുടെ ആത്മാവേ, അഗ്നി അഭിഷേകമേ, കത്തിപ്പടരണമേ. ഹോളി സ്പിരിറ്റ്, അഭിഷേകാഗ്നി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ജനകോടികളെ വീണ്ടുമുണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. ജനകോടികളെ വീണ്ടുമുണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വലിയ ആഗ്രഹത്തോടെ ഹോളി സ്പിരിറ്റ് ഉണർവിന്റെ ആത്മാവ്, ശുശ്രൂഷയുടെ ആത്മാവ് കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ. ശക്തി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 3-ാം അധ്യായം 13-ാം തിരുലിഖിതം. ഇന്ന് എന്ന കാലം ഉള്ളിടത്തോളം കാലം നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് പാപത്തിന്റെ വഞ്ചനയാൽ നിങ്ങളുടെ ഹൃദയം കഠിനമാകാതിരിക്കാൻ വേണ്ടി അത്രേ. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ ദൈവപുത്രനായ യേശുക്രിസ്തു പഠിപ്പിച്ചു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. 2 കരങ്ങൾ ഉയർത്തി യേശുവിൻ്റെ നാമത്തെ എല്ലാവരും വിളിക്കട്ടെ. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും അത്ഭുതമായ ശക്തി വ്യാപരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി മനസ്സ് നുറങ്ങി ഉറക്കെ വിളിക്കുന്നു, യേശുവേ, 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 യേശുവേ.